ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവതന്മാരായ ഭഗവത് ഭക്തരുടെ യോഗവൈഭവയശോധർമാചാരങ്ങളെല്ലാം എങ്ങനെയെന്നു നൃപൻ വാക്കുകൾ കേട്ട നേരം മംഗലൻ ഹരിതാനുമുത്തരമരുൾ ചെയ്തു. സർവഭൂതങ്ങളിലും ആത്മനാ ഭഗവാനെ സർവദാ കാണുന്നവർ ഭാഗവതോത്തമരാം. സർവഭൂതങ്ങളിലും ഭഗവാൻ താനെന്നതും സർവഭൂതങ്ങൾ സദാ ഭഗവാൻ തങ്കലെന്നും സർവദാ കാണുന്നവർ ഭാഗവതാഢ്യരല്ലോ. മൂഢനും റിപുമിത്രം ഭക്തനും അഭക്തനും പ്രൗഢനും അപ്രൗഢനും ബദ്ധനും മുമുക്ഷുവും എന്നിവരെല്ലാം വിഷ്ണുമയമെന്നറിയുന്നോരുന്നത ഭക്തൻ താനും ഭാഗവതോത്തമനാം. ദേഹങ്ങൾ ഇന്ദ്രിയങ്ങൾ പ്രാണങ്ങൾ കരണങ്ങൾ മോഹാദി ഷഡ്ഭാവങ്ങൾ പിന്നെയാ ഷഡൂർമികൾ ഏവമാദിയായുള്ള സംസാരധർമ്മങ്ങളെ ഏവനെന്നാലും ത്യാജ്യമാനനായി ഹരി തന്നെ സേവിക്കുന്നവൻ താനും ഭാഗവതോത്തമനാം. യാതൊരുവന്റെ ചിത്തെ കാമകർമാദി ബീജം ഏതുമേ ജനിയാതെ മാധവമയനായി ഭക്തനാകുന്നവനും ഭാഗവതോത്തമനാം. വ്യക്തമാം ജന്മകർമാദ്യാശ്രമവർണ്ണങ്ങളാം ദേഹാഭിമാനങ്ങളും വിത്താദിമോഹം നീക്കി ദേഹാദി സർവഭൂതസമനായി ശാന്തനായി മേവിടുന്നവൻ താനും ഭാഗവതോത്തമനാം. കേവല സംന്യസ്തനായി ജീവവത്സലനായി കേശവൻ തങ്കൽ ഗാഠചിത്തനായി ലോകത്രയം പാദരേണുക്കൾ കൊണ്ടു പാവനമാക്കി ശോഭിച്ചാതുരമായ ഭവദുഃഖമൂലങ്ങൾ തീർപ്പാൻ വൈകുണ്ഠസ്മൃതിയോടും ലോകേഷു സഞ്ചരിച്ചു ലോകേശസുരാസുരാദികളാൽ വിമൃഗ്യമാം ഭഗവൽ പാദാരവിന്ദങ്ങളെ നിമിഷവും അകമേ മറക്കാതെ തൽപദപ്രകാശത്താൽ മാനസം കുളിർത്തു ദുഃഖങ്ങളുമൊക്കെ നീക്കിയിട്ടാനന്ദമയനായോൻ ഭാഗവതോത്തമനാം. ഈ വണ്ണം ഭാഗവതന്മാരുടെ അവസ്ഥകൾ. ഏവം കേട്ടൊരു നിമി അന്നേരം ചോദ്യം ചെയ്തു മായാതത്വവും അതിൻ ലക്ഷണങ്ങളുമെല്ലാം മായമെന്നിയെ അരുൾ ചെയ്കന്നു കേട്ട നേരം അന്തരീക്ഷനും അപ്പോൾ അന്തർമോദേന ചൊന്നേൻ ചിന്തിക്ക നിമിതൃപ ബന്ധങ്ങളകലുവാൻ. നിർഗുണ കേവലം ആത്മതന്നിൽ നിന്നിഹ തോന്നും സദ്ഗുണഭ്രമമല്ലോ മായയെന്നറിഞ്ഞാലും. നിർഗുണ കേവലാത്മാ തന്നിൽ നിന്നിഹ തോന്നും സദ്ഗുണഭ്രമമല്ലോ മായയെന്നറിഞ്ഞാലും. ദേഹേന്ദ്രിയാർത്ഥങ്ങളായി തോന്നിയിടുന്നതു ജാഗ്രത് മോഹമാം സ്വപ്നമന്തഃകരണഭ്രമമല്ലോ. സുപ്തി തദ്വാസനയാം
ബീജമെന്നറിയണം. ജ്ഞപ്തിയാം തുര്യമതിൻ കാരണം എന്നറിക. വിശുദ്ധജ്ഞാനം തന്നെ മായയാ ത്രിവിധമായി അശുദ്ധമവസ്ഥകളായിട്ടു തോന്നിയിടുന്നു. ജാഗ്രത് വാസന തന്നെ സ്വപ്നമായി തോന്നിയിട്ടുന്നു. ആഗ്രഹം സ്വപ്നജ്ഞാനമെന്തെന്നാൽ അതു ഫലം. തൽഫലം കർമ്മമതു ചിന്തിച്ചാൽ മിഥ്യാഭൂത കൽപ്പിതമവസ്ഥകളാത്മനി തോന്നിയിടുന്നു. എങ്ങനെയെന്നാൽ മനോരഥമാകുന്ന സ്വപ്നമിങ്ങുള്ളിൽ തോന്നുന്നതുപോലെ എന്നറിക നീ. മാനസസ്മരണകളോർക്കുമ്പോൾ മിഥ്യയല്ലോ. മാനസസ്മൃതി പോയാൽ മായയുമില്ല പിന്നെ. ആത്മാവിൻ വൈഭവങ്ങളറിഞ്ഞു മോക്ഷത്തിനായി ആത്മനാ ലോകങ്ങളെ തന്മയമാക്കി കാൺക. സ്വപ്രകാശാത്മാമായ കൊണ്ടിക മഹാഭൂതമുദ്ഭവിപ്പിച്ചിട്ടതിലുളവാം പഞ്ചഭൂതം. 5 ഭൂതത്തെ കൊണ്ടു 10ആക്കി പിന്നെ അതിൽ 5നെ നന്നാലാക്കി പഞ്ചവിംശതി തത്വം എന്നതിൽ നിന്നിടുന്ന ചൈതന്യം ജീവാത്മാവായി വന്നിടുന്നിതു മന്തഃകരണഭാസനായി. നിന്നിഹമാത്മനസ്സായി കർമ്മങ്ങൾ ചെയ്ക മൂലം വന്നിതു ശരീരവും തത്തൽ കർമ്മണാം ഫലം. ഗ്രഹിച്ചു സുഖദുഃഖഭാവേന ഭ്രമിക്കുന്നിതിഹത്തിലനാദിയായെന്നതുമറിക നീ. ഇക്കണ്ട പഞ്ചഭൂത ഭൗതിക ചരാചരമൊക്കെയും കാലാന്തരാൽ മിഥ്യയായി വരും നൂനം. ഭൂതാതിക്രമാൽ വരും അഗ്നി വർദ്ധിച്ചു മേന്മേൽ ആതപമയമാകും ലോകവും അതു കാലം. 100 വത്സരം മമ മഴ പെയ്യുകയില്ലതിനാലേ നീറായി ഭവിച്ചിടും മേദിനിയെല്ലാം. അപ്പോൾ പാതാളെ വസിച്ചിടും ശേഷൻ തന്മകുടങ്ങൾ ആതപം കൊണ്ടുവെന്തു തദ്വിഷാഗ്നിയും കൂടി. ശേഷസൂര്യാദികളും ലോകവും ഭസ്മമാക്കി ശേഷിപ്പിച്ചൊരു വൻഹി തന്നിൽ നിന്നുളവാകും സപ്തമേഘങ്ങൾ. പിന്നെ 100 സംവത്സരവും ഹസ്തിതൻ കരതുല്യ കണങ്ങൾ വർഷിച്ചിഹ തജ്ജലെ ലയിക്കുന്നു. മുന്നമുള്ളൊരു ഭസ്മമജ്ജലം തന്നിൽ വിരാട്ടുണ്ടായി തെന്നു കേൾപ്പൂ. തദ്വിരാൾപുമാൻ താനും തജ്ജലെ ലയിച്ചിടും. അദ്വയമായിടുന്നോരവ്യക്ത സ്ഥൂല സൂക്ഷ്മഭൂതങ്ങൾ ലയിച്ചിടും ഇന്ധനാഗ്നികൾ പോലെ. മേദിനി ഗന്ധമെന്യേ അംഭസി ലയിച്ചിടും. ജലവും രസമെന്യേ അഗ്നിയിലടങ്ങിയിടും. വിലയം വരും രൂപാഭേദനായ അഗ്നിവായോ മാരുതൻ സ്പർശഹീനമാകാശേ ലയിച്ചിടുമാരവഹീനം വിണ്ണും. കാലാത്മാ ഗുണങ്ങളും കേവലം മായ പരമാത്മനി ലയിച്ചിടും. ഈ വണ്ണം ദേഹകരണേന്ദ്രിയാദികളെല്ലാം ആത്മാവു തന്നെ വേറായി തോന്നുന്നു. സമസ്തവും ആത്മാവെന്നറിഞ്ഞുടൻ ദൃഢത്വം വരായികയാൽ ആത്മാവു വേറെ ഞാനെന്നോർത്തിഹ നശിക്കുന്നു എന്നല്ല. മോഹക്ലേശ ഭയചാബല്യാദികൾ വന്നു സംഭവിക്കുന്നിതാത്മനി മായയാലേ. ആത്മാവിൽ നിന്നു വേറായി തോന്നുന്നു ലോകാലോകം. ആത്മാവല്ലാതെയില്ല തോന്നലോ സ്വപ്നതുല്യം. സൂര്യനങ്ങുദിക്കുമ്പോൾ അസത്താമന്ധകാരം ഛായയില്ലാതെ പോലെ വന്നിടും ബോധോദയേ. ബോധമില്ലാതെ വരും നേരത്തങ്ങുളവായി ബാധയായ സത്തായായിട്ടിരിക്കും മായ തന്നെ. സർഗവും സ്ഥിതിലയം ചെയ്യുന്നിതറിഞ്ഞാലും നിർഗുണേ സിതരക്ത കൃഷ്ണവർണ്ണനിമായ. ഇത്തരം മായാ തത്വമൊക്കെയും അന്തരീക്ഷൻ ഉത്തമനിമൃപൻ തന്നോടു കേൾപ്പിച്ചപ്പോൾ ദുസ്തരയായ മായയകൃതാത്മാക്കൾ കടന്നെത്രയും തെളിയുന്ന വഴിയെ കേൾപ്പിക്കണം. ഇത്തരം മായാതിക്രമം കേൾക്കണമെന്നു കേട്ടിട്ടുത്തരം പ്രബുദ്ധനും നൃപനോടരുൾ ചെയ്തു. കർമ്മികൾക്കുള്ള സുഖദുഃഖാദി ഭേദമെല്ലാം നിർമ്മലമതേ പറഞ്ഞിടുവൻ കേട്ടാലും നീ.
സ്ത്രീവിത്തഗൃഹപുത്ര പശുക്കൾ ധാന്യാദികൾ ആവോളമാർജിച്ചതിലേറിയ മോഹത്തോടും മായാനിർമ്മിതമായ ലോകാദി ചരാചരകായങ്ങൾ നിത്യമെന്നു ചിന്തിക്ക നിമിത്തമായി മാനസം ചലിച്ചുടൻ ജനന മരണത്താൽ ദീനനായി ദുഃഖപ്പെട്ടങ്ങുഴലുന്നിതു നിത്യം. സ്ത്രീവിത്തഗൃഹലോകദേഹാദി നിത്യമല്ലെന്നാവോളമോർത്തറിഞ്ഞു സദ്ഗുരു ഭക്തനായി രാഗാദിവിഹീനനായി സാധന സമ്പത്തോടും ഭാഗവതാഗ്രഹനായി ശാന്തനായിരിപ്പവൻ ബ്രഹ്മചര്യത്തിങ്കൽ നിന്നവ്യാജവൃത്തിയോടും നിർമ്മല ഭാഗവത ധർമ്മജ്ഞനായ ശേഷം ദേവതാചാര്യാത്മാവിൽ ഭക്തി സന്തോഷത്തോടു കേവലാത്മാവു തന്നെ സർവത്ര വിഷ്ണുവെന്നും സർവസംഘങ്ങളിലും നിവൃത്തിശീലനായി സർവദാ ശുദ്ധാത്മാവായ ഹിംസാപരനായി സ്വാധ്യായ തപോ മൗനശീലനായി ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവാർജവ സംയുക്തനായി ശീതോഷ്ണ സമബുദ്ധ്യാ വിവിക്തദേശസ്ഥനായി സാധുസംഗമം കൊണ്ടു സന്തുഷ്ടാത്മാവായി നിത്യം ഭാഗവതാദിശാസ്ത്രശീലനായ അനുദിനം ഭോഗമോഹാദി നിന്ദാഹീനനായി സമബുദ്ധ്യാ ശ്രവണം ധ്യാനം പിന്നെ കീർത്തനം ഹരിയുടെ അവതാരാദി കർമ്മഭേദങ്ങളൊത്തുള്ളത്തിൽ ജന്മകർമ്മങ്ങൾ ഇഷ്ടമനിഷ്ടം ഗൃഹധാരധർമ്മസന്തതി പ്രാണാദി കർമ്മങ്ങളെ ഭക്തിയോടും ഈശ്വരാർപ്പണം ചെയ്തു വാഴുന്ന ഭക്തൻ തനിക്കീശ്വരമായ തന്നെ ജയിക്കാം അറിക നീ. മുന്നം ചൊല്ലിയ മിഥ്യാവസ്തുക്കൾ സത്യമെന്നു തന്നുള്ളിൽ തോന്നുകിലും അതിങ്കൽ സംഘം പോക്കി രാഗാദിഹീനനായി ഭഗവത് സേവ കൊണ്ടും ശോകനാശന ഭക്തി വിശ്വാസം കൊണ്ടും തന്നെ ദുസ്തരമായുള്ളൊരു വിഷ്ണുമായയെ കടന്നത്തലും നീക്കി മായാതീതനായി വാഴാമെടോ. ഇങ്ങനെ മായാതീതം കേട്ടു മന്നവൻ നിമി മംഗലവാച ചോദിച്ചിടിനാൻ മോദത്തോടെ പരമാത്മാവായിടും ബ്രഹ്മത്തിൻ ലക്ഷണങ്ങൾ പരിചിൽ പറകെന്നു മന്നവനപേക്ഷിച്ചാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന